കേരളത്തിൽ ആദ്യമായി ഒരു കാർ എത്തിയപ്പോൾ ആളുകൾ അതിനെ കണ്ടിട്ട് പേടിച്ച് ഓടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കുതിരയില്ലാതെ ഓടുന്ന ഈ ഇരുമ്പ് വാഹനം കണ്ടപ്പോൾ പലർക്കും അത് ഒരു അത്ഭുതമായിരുന്നു. ഇന്ന് കേരളത്തിലെ റോഡുകളിൽ ലക്ഷക്കണക്കിന് കാറുകൾ ഓടുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ഒരു കാർ പോലും ഉണ്ടായിരുന്നില്ല. 1900കളുടെ തുടക്കത്തിൽ തിരുവിതാംകൂർ രാജ്യത്തേക്ക് ആദ്യകാല മോട്ടോർ കാറുകളിൽ ഒന്ന് എത്തി. അന്നത്തെ രാജകുടുംബവും പിന്നീട് സമ്പന്നരായ വ്യാപാരികളും യൂറോപ്പിൽ നിന്ന് കാറുകൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അന്ന് കേരളത്തിലെ റോഡുകൾ ഇന്നത്തെ പോലെ ടാർ ചെയ്തതല്ല, പല സ്ഥലങ്ങളിലും മൺവഴികളായിരുന്നു. അതിനാൽ ഒരു കാർ ഓടിക്കുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. കാർ പോകുന്ന ശബ്ദം കേട്ട് ആളുകൾ വഴിയരികിൽ കൂടി നിന്നു നോക്കും. ചിലർ അതിനെ കുതിരയില്ലാത്ത രഥം എന്നും വിളിച്ചു. കുട്ടികളും മുതിർന്നവരും അത്ഭുതത്തോടെ ആ പുതിയ യന്ത്രത്തെ നോക്കി നിന്നിരുന്നു. അന്നത്തെ കാലത്ത് ഒരു കാർ സ്വന്തമാക്കുക എന്നത് സമ്പത്തിന്റെയും ഉയർന്ന പദവിയുടെയും പ്രതീകമായിരുന്നു. ഇന്ന് സാധാരണമായി തോന്നുന്ന കാർ ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഒരു വലിയ അത്ഭുതമായിരുന്നു. ഇത്തരത്തിലുള്ള കേരള ചരിത്രവും അപൂർവ അറിവുകളും അറിയാൻ ഡെറഫേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു അതിശയകരമായ കഥയുമായി വീണ്ടും കാണാം.